വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഗേൾ വൂ സ്പ്രെഡ്സ് ലൈറ്റ് എന്ന വർക്കിനെ പറ്റിയിട്ടാണ്. ഇത് എഴുതിയിട്ടുള്ളത് ടി പത്മനാഭൻ എന്ന റൈറ്ററാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സ്റ്റോറീൻ്റെ സമ്മറി എന്നുള്ളത് ദിസ് ഈസ് എ ലിറിക്കൽ ആൻഡ് സിംബലിക് സ്റ്റോറി. ഈ ഒരു സ്റ്റോറി എന്നുള്ളത് ബ്രീഫാണ്, പക്ഷേ ഡീപ്ലി ടച്ചിങ് ആണ്. ആരുടെയൊക്കെ ഇടയിൽ നറേറ്റർ അതുപോലെ തന്നെ യങ് ബ്ലൈൻഡ് ഗേളിൻ്റെ ഇടയിലുള്ള ഒരു ഡീപ്ലി ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. നറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹം ഈ ഒരു യങ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഗേളിനെ മീറ്റ് ചെയ്യുന്നുള്ളത്. ആ ഒരു യങ് ഗേൾ ബ്ലൈൻഡ് ആയിരുന്നിട്ട് പോലും ആ ഒരു ഗേൾ എന്നുള്ളത് ചിയർഫുൾ, സന്തോഷവതിയും ക്യൂരിയസും അതുപോലെ തന്നെ റേഡിയേറ്റ്സ് വാംത്ത് ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു. അവളുടെ ചോദ്യം എന്നുള്ളത് ഡീപ്പ് ആൻഡ് ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏതിനൊക്കെ പറ്റിയിട്ട്, പ്രകാശത്തെ പറ്റിയിട്ടും ലോകത്തെ പറ്റിയിട്ടും സൗന്ദര്യത്തെ പറ്റിയിട്ടും ബ്യൂട്ടിയെ പറ്റിയിട്ടൊക്കെയുള്ള അവൾ ഒരിക്കലും കാണാത്ത ബ്യൂട്ടി, വേൾഡ്, ലൈറ്റ്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അവളുടെ ഡീപ്പ് ആൻഡ് ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ റൈറ്റർ പറയുന്നുള്ളത്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു വേ ഓഫ് സ്പീക്കിംഗ്, റെസ്പോണ്ടിങ് ഒക്കെ ആ ഒരു നറേറ്ററിൻ്റെ സോൾ തന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവളുടെ ആ ഒരു ഇന്നർ റേഡിയൻസ്, അവളുടെ ആ ഒരു തേജസ് കാരണമായിട്ട് സ്ട്രക്ക് ചെയ്യാൻ ചെയ്യുന്നുള്ളത് ഈ ഒരു റൈറ്റർ എന്നുള്ളത്. ഫിസിക്കലി അവൾ ഡാർക്ക്നെസ്സിലാണെന്നുള്ളതെങ്കിലും അവൾ എന്താണ് ചെയ്യുന്നുള്ളത്, ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ ചെയ്യുന്നുള്ളത് അവളുടെ വേർഡ്സിലൂടെയും പ്രസൻസിലൂടെയും ഇന്നസെൻസിലൂടെയും അവളുടെ വാക്കുകളിലൂടെയും അവതരണങ്ങളിലൂടെയും അതുപോലെ തന്നെ നിഷ്കളങ്കതയിലൂടെയും അവൾ ലൈറ്റ് സ്പ്രെഡ് ചെയ്യാന്ന് ചെയ്യുന്നുള്ളത്, പ്രകാശം പരത്തുകയാണ് ചെയ്യുന്നുള്ളത്. അവൾ ശരിക്കും ബ്ലൈൻഡ് ആണെങ്കിൽ കൂടി അവൾ പ്രകാശം പരത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നുള്ളത്. ഇനി ഈ ഒരു സ്റ്റോറിയിലെ തീംസ് എന്നുള്ളത് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. ഈ ഒരു സ്റ്റോറി പ്ലേ ചെയ്യുന്നുള്ളത് ഐഡിയ ഓഫ് ഫിസിക്കൽ ബ്ലൈൻഡ്നെസ് വേഴ്സസ് സ്പിരിച്വൽ ഓർ ഇമോഷണൽ വിഷൻ. ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഗേൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് തീം എന്നുള്ളത് ഇന്നസെൻസ് ആൻഡ് വിസ്ഡം. ഈ ഒരു ഗേളിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് സിമ്പിളാണ്, പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഹോൾഡ് ചെയ്യുന്നുള്ളത് ഡീപ്പ് ഫിലോസഫിക്കൽ ഫൈറ്റാണ്. ആ ഒരു ഗേൾ റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് പ്യുവറായിട്ടാണ്. അതുപോലെ തന്നെ അവളുടെ സീയിങ് വേൾഡ് എന്നുള്ളത് അൺകറപ്റ്റഡ് വേ ആണ്. ഇനി മറ്റ് തീം എന്നുള്ളത് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ഹ്യൂമൻ കണക്ഷൻ. ഹ്യൂമൻ കണക്ഷൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണ് മറ്റൊരു തീം എന്നുള്ളത്. ഒരു ബ്രീഫ് എൻകൗണ്ടേഴ്സ് leaves a lasting impact on the narrator. ഷോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരാളുടെ ജെന്യുവൻ കണക്ഷനെ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്നും ചേഞ്ചായിട്ട് നിലനിൽക്കുന്നുള്ളത് എന്നാണ്. ഈ ഒരു നറേറ്ററിന് ആ ഒരു ജെന്യുവൻ കണക്ഷൻ കാരണമായിട്ട് ചേഞ്ച് ഫോർ എവർ ആയിട്ടുണ്ട്. അത് കാരണം എങ്ങനെയാണ് ഒരു ജെന്യുവൻ കണക്ഷൻ കാരണമായിട്ട് മറ്റൊരാൾ എപ്പോഴത്തേക്കായിട്ട് മാറ്റങ്ങൾ വരുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു തീം എന്നുള്ളത്. ഇനി നെക്സ്റ്റ് തീം എന്നുള്ളത് ബ്യൂട്ടി ബിയോണ്ട് സൈറ്റ്, കാഴ്ചകൾക്കപ്പുറമുള്ള സൗന്ദര്യത്തെ പറ്റിയിട്ടാണ്. ഈ ഒരു സ്റ്റോറി ചലഞ്ച് ചെയ്യുന്നുണ്ട് കൺവെൻഷണൽ നോഷൻസ് ഓഫ് ബ്യൂട്ടി. സൗന്ദര്യത്തിൻ്റെയും അതുപോലെ തന്നെ പെർസെപ്ഷൻ്റെ, ധാരണകളുടെയും പരമ്പരാഗതമായ സങ്കല്പങ്ങളെ ഈ ഒരു സ്റ്റോറി വെല്ലുവിളിക്കുന്നുണ്ട്. ട്രൂ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി എന്നുള്ളത് എപ്പോഴും ഇൻറ്റേർണൽ ആണ് എന്നാണ് പറയുന്നുള്ളത്. ഇനി ഈ ഒരു സ്റ്റോറിൻ്റെ സ്റ്റൈൽ ആൻഡ് ടൂൺ എടുത്ത് നോക്കുകയാണെങ്കിൽ റിച്ച് ഇൻ സിംബലിസം ആൻഡ് ഇമോഷണൽ നുവാൻസ്, റിട്ടേൺ ഇൻ എ വേ ദാറ്റ് ബ്ലെൻഡ്സ് ഫിലോസഫി റിയലിസമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഡീപ്ലി ഹ്യൂമൻ ടൈലാണ്. അതുപോലെ തന്നെ ദാറ്റ് മേക്ക് യു റിഫ്ലക്റ്റ് ഓൺ ദ മീനിങ് ഓഫ് ലൈറ്റ്. ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ലൈറ്റ്, അവയർനെസ്, ബ്യൂട്ടി എന്നതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കഥയിൽ മൊത്തത്തിൽ പറയുന്നുള്ളത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി, കാഴ്ചയില്ലാതിരുന്നിട്ട് പോലും പ്രകാശം പരത്തുന്നുള്ള ആ ഒരു വേർഡ്സിലൂടെ അവളുടെ ആ ഒരു ഇൻറ്റേർണൽ ബ്യൂട്ടിയിലൂടെ പ്രകാശം പരത്തുന്നുള്ള ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നുള്ള ഗേളിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ മുഴുവനായിട്ടും പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്രോസിംഗ് ദ ബോർഡേഴ്സിലെ മറ്റുള്ള സ്റ്റോറീസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.